ഹായ് ഗൈസ്, എല്ലാവർക്കും യൂട്യൂബ് ഫീത്തിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് സെൻസിറ്റിവിറ്റിനെ കുറിച്ചാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് സീറോ റീകോയിലുള്ള ഒരു സെൻസിറ്റിവിറ്റി സെറ്റ് ചെയ്തെടുക്കാം, അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും, പക്ഷേ നമ്മൾ കുറച്ചും കൂടി മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ എപ്പോഴും സെൻസിറ്റിവിറ്റി കൺട്രോളും മാറ്റാണ്ടിരിക്കുക. ഒരെണ്ണം തന്നെ നിങ്ങൾ യൂസ് ചെയ്യുക, എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. എന്നാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ റൂംസും കാര്യങ്ങളൊക്കെ കളിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ചെക്ക് ഇറ്റ്, സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, ഫസ്റ്റ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഡ്രില്ലൊന്ന് ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങളുടെ മസിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ശരിയാവും. അപ്പോൾ തന്നെ ഡെയിലി നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ റീകോയിലൊക്കെ കൺട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് അത്യാവശ്യം ഉപകാരപ്പെടുന്നൊരു ഡ്രില്ലാണിത്. മാക്സിമം ഇത് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഇതാണ് നിങ്ങളുടെ ബേസിക് ആയിട്ടുള്ള ഡ്രില്ല്. ബേസിക് ചെയ്തിട്ട് വേണം നിങ്ങൾ അഡ്വാൻസിലോട്ട് പോകാനായിട്ട്. ഓക്കെ, രണ്ടാമത്തെ ഡ്രില്ലെന്ന് പറഞ്ഞാൽ ഈ ഒരു ഡ്രില്ല് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യേണ്ടതാണ്. ഈ ഒരു ഡ്രില്ല് ഏതൊരു ഒബ്ജക്റ്റിനെയും നിങ്ങളൊന്ന് സ്പ്രേ ചെയ്യുക. ഒരു 3 ഒബ്ജക്റ്റ് ഫോക്കസ് ചെയ്ത് 3-നെയും മാറി ഒന്ന് സ്പ്രേ ചെയ്ത് റീകോയിലൊന്ന് കൺട്രോൾ ചെയ്യാൻ നോക്കുക. ഇതൊന്നും നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ഈ 2 ഡ്രില്ലും ഡെയിലി പ്രാക്ടീസ് ചെയ്താൽ തന്നെ അത്യാവശ്യം കുറച്ച് നിങ്ങളുടെ ഇതൊക്കെ ഒന്ന് സെറ്റായി വരുന്നതായിരിക്കും. നിങ്ങൾ ഒട്ടുമിക്ക യൂട്യൂബേഴ്സിൻ്റെയും ഈ സ്പ്രേയും കാര്യങ്ങളൊക്കെ കണ്ടാണ്. അതുപോലെയൊക്കെ നിങ്ങൾക്കൊന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് സ്പ്രേ ചെയ്യാൻ പറ്റും. ഇതുപോലെ ആ ഒബ്ജക്റ്റിൽ നോക്കി നിങ്ങളൊന്ന് സ്പ്രേ ചെയ്തൊന്ന് അതായത് സെറ്റായിട്ടൊന്ന് നിങ്ങളെ സെൻസിറ്റിവിറ്റി നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റും. ഞാൻ 100% പറയുകയാണ്, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഡ്രില്ലെന്ന് പറഞ്ഞാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ അത്യാവശ്യം ലോങ് ഒന്ന് സ്പ്രേ ചെയ്ത് പതിയെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് പഠിക്കുക. ലോങ് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ഒരു ഒബ്ജക്റ്റിൽ നോക്കിയിട്ട് നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് പഠിക്കുക. മാക്സിമം നിങ്ങൾ 4x സ്കോപ്പൊക്കെ യൂസ് ചെയ്ത് സ്പ്രേ ചെയ്ത് ഒന്ന് ട്രൈ ചെയ്യുക. അറ്റാച്ച്മെൻറ്റ് ഒന്നും ഇടാണ്ട് നിങ്ങളൊന്ന് സ്പ്രേ ചെയ്യുക. മാക്സിമം ട്രെയിനിങ് ഗ്രൗണ്ടിൽ നിങ്ങൾ അറ്റാച്ച്മെൻറ്റ് ആദ്യം യൂസ് ചെയ്യാണ്ട് തന്നെ സ്പ്രേ ചെയ്ത് പഠിക്കുക. അപ്പോൾ തന്നെ നിങ്ങളുടെ സ്പ്രേയും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുന്നതാണ് ഗൈസ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഡ്രില്ലൊന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ തന്നെ നിങ്ങൾ കാർ സ്പ്രേ പക്ക രീതിയിൽ തന്നെ സെറ്റായി വരുന്നതായിരിക്കും. നിങ്ങളിതൊന്നും ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഈ ഡ്രില്ല് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഡ്രില്ലാണ്. കോമ്പറ്റീറ്റീവ് കളിക്കുന്ന പ്ലേയേഴ്സിനൊക്കെ വളരെ ഉപകാരമാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹില്ലിൻ്റെ അവിടെ നിങ്ങൾ മാക്സിമം ഒന്ന് സ്പ്രേ ചെയ്തിങ്ങനെ ഒന്ന് ചെയ്യുക. അപ്പം തന്നെ നിങ്ങളെ M4-ലൊക്കെ സ്പ്രേ ഒക്കെ നല്ല പക്കയായിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മാക്സിമം അറ്റാച്ച്മെൻറ്റ് ഇല്ലാണ്ട് തന്നെ ഒന്ന് സ്പ്രേ ചെയ്തൊന്ന് എന്നിട്ട് സെറ്റായി വരുമ്പോൾ നിങ്ങളൊന്ന് അറ്റാച്ച്മെൻറ്റ് ഒന്ന് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസിക് മാച്ച് റൂം മാച്ചൊക്കെ കളിക്കുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും. 100% ആയിട്ട് വർക്കാവുന്നൊരിതാണ് ഈ ഡ്രിൽസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് നല്ലതായിട്ട് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും സൈനിങ് ഔട്ട്. അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.